ഞാന് നേരത്തെ ഇൻട്രോ ഒഴിവാക്കാണ്. ഹലോ ഗൈസ്, വെൽക്കം ടു ഷെവി സ്റ്റോറീസ് ചാനൽ. അപ്പൊ ഗൈസ്, മൈസൂരിൽ നമ്മള് ഇവിടെ എന്തൊക്കെ സ്ഥലം ഉണ്ടാവും നമ്മൾ കാണിച്ചു തരാൻ പോണിക്കൊരു വ്ളോഗ്. ഇന്നലെ രാത്രി നമ്മൾ വന്നിരിക്കണേ. ഈ റൂമിൽ നമ്മൾ സ്റ്റേ അടിച്ചിട്ട് കാണിച്ചു കൊടുക്ക്. റഹ്മാനിയ ഹോട്ടൽ അതിന് മേലെ ഇങ്ങോട്ട് കാണിച്ചോ. അപ്പോ ക്യാമറമാൻ സാനുവാണ്, അതുകൊണ്ട് അതിൻ്റെതായ ഇതുണ്ടാവും. ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മള് ഫസ്റ്റ് പ്ലാൻ ഇട്ടിരിക്കണ മറ്റേ കാറില്ലേ, പഴയ കാറുകളൊക്കെ നമ്മൾ ഒരു പോയിക്കണ. എന്നാലും നമുക്ക് കാണിച്ചു തരാം കേട്ടോ. അതിന്റെ ഫുള്ള് വിഷ്വൽ നമ്മൾ അവിടുത്തെ കാണിച്ചു തരാം. പിന്നെ പാലസ് അങ്ങനെയൊക്കെയാണ് നമ്മൾ കാണിച്ചു തരാൻ ആഗ്രഹിക്കണേ. അപ്പൊ നിങ്ങൾ മൈസൂർക്ക് വരികയാണെങ്കിൽ ഏതൊക്കെ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാൻ ഇതിലൊരു ധാരണ ഉണ്ടാവും ഈ വീഡിയോ കാണുമ്പോൾ. അപ്പൊ നമുക്ക് അവിടെ വെച്ച് കാണുന്നതിന് മുന്നേ ഈ സ്ഥലം കണ്ടെങ്കിൽ ഫുള്ള് ഇത് എന്താ ഇതിന്റെ ഒരു അപ്പൊ ഇതൊരു പയത്തിന്റെ സ്പീക്കറുണ്ട്. ഈ നമ്മുടെ മേലെ നമ്മൾ നോക്കുമ്പോ ഈ ഫുള്ളായിട്ട് നമുക്ക് കാണും ഈ സ്ഥലം. ഇങ്ങോട്ട് കാണിച്ചു കൊടുക്കാം. ഇങ്ങോട്ട് കാണിച്ചു നോക്കാം. ഇത് ഫുള്ളായിട്ട് ഇത് ഇപ്പൊ മൈസൂരിൽ പഴത്തിനൊക്കെ വില പറ്റ കമ്മിയായിരുന്നു. ഇവിടെ വന്നെടുക്കുകയാണെങ്കിൽ റേറ്റിൽ കിട്ടുന്നുണ്ട്. പഴത്തിന് ഇതാണ് പഴത്തിന്റെ വിഷയം ഞാൻ കാണിച്ചതേ. പിന്നെ അതിനുള്ള സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. ഞാൻ ആദ്യമായിട്ട് കുറച്ച് വട്ടം വ്ളോഗ് ചെയ്തിരിക്കുന്നത്. പക്ഷെ എന്റെ യൂട്യൂബിൽ എന്താ അറിയില്ല, ഞാൻ തുടങ്ങിയിട്ട് 1.5 കൊല്ലം 1.25 കൊല്ലം. പക്ഷെ ഇതൊന്നും യൂട്യൂബ് ക്ലിക്ക് ആവുന്നില്ല. അപ്പൊ നമ്മള് കുറച്ച് ദിവസമായിട്ട് ഇനി യൂട്യൂബിൽ കോൺസെൻട്രേഷൻ കൊടുക്കുന്നതൊക്കെയാണ്. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം, ലൈക്ക് അടിക്കുക. എന്നാലുള്ളൂ എൻ്റെ ഒരു കമന്റ് ഇട്ടാ എഴുതിയിട്ട് വന്നിട്ട്. അപ്പൊ എനിക്കൊരു മോട്ടിവേഷൻ ആയി. ഒരാൾ കമന്റ് ഇടുകയാണെങ്കിലും നമുക്ക് അടുത്ത ഒരു കമന്റ് ഇട്ടതല്ല, അങ്ങനത്തെ ഒരു ഇത് കിട്ടും. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാൻ ഒരു ബൂസ്റ്റ് ആയിക്കാറ്. സബ്സ്ക്രൈബ് ചെയ്താലും സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. എന്തെങ്കിലും ശരി കമന്റ് ഇട്ടാ. ഇപ്പൊ ഞങ്ങള് പാലസ് കട്ട് വന്നിക്കണ റൂം കഴിഞ്ഞിട്ട് ഷർട്ട് അതിൽ ഇന്നെ കിട്ടുന്നില്ല, ക്ലിയർ ആയിട്ട് വലിയ രസമൊന്നുമില്ല. അതുകൊണ്ട് അത് കട്ട് ചെയ്തിട്ട് ഷർട്ട് മാറ്റി ഇങ്ങോട്ട് വന്നിക്കാണ്. പാലസിന് മുന്നിലാണുള്ളത്. അപ്പൊ അപ്പൊ ഫുഡ് കഴിച്ചിട്ട് പാലസ് ചുറ്റി കാണാൻ പോകാന്ന് വിചാരിച്ചു. അപ്പൊ ഞങ്ങൾ റൂമിൽ ഫസ്റ്റ് ഇറങ്ങിയത് പാലസിക്കാണ് വന്നിക്കണേ. റൂമിന് തൊട്ടടുത്താണ് പാലസ്. പാലസിന്റെ ചുറ്റോട്ടാനായിട്ട് നിങ്ങൾ വരികയാണെങ്കിൽ കുറെ റൂമുകൾ കിട്ടും, ചെറിയ വിലക്ക് കിട്ടും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങൾ, വിന്റേജ് സാധനങ്ങളൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ കുറെ സാധനങ്ങൾ ഉണ്ടാവും കേട്ടോ. വാങ്ങിയിട്ട് കാണിച്ചോളാം. അപ്പൊ ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ചിട്ട് നെക്സ്റ്റ് വീക്കിൽ കാണിച്ചു കേട്ടോ. വ്ളോഗിൽ എന്താക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ലാഗ് ആവില്ല. അതുകൊണ്ട് നമുക്ക് സെറ്റാക്കാൻ വരും. ബാക്കി കാണിച്ചു. അപ്പൊ ഗൈസ്, ഫുഡ് കഴിക്കാൻ ഈ കടയിലേക്കാണ് വന്നിക്കണേ. ഈ കടന്റെ പേരൊന്നും നോക്കില്ല കേട്ടോ. അപ്പൊ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് നോക്കാം. 80 rupees. പ്ലെയിൻ ദോശ 50. പ്ലെയിൻ ദോശ 50. അപ്പൊ ഗൈസ്, ഇങ്ങോട്ട് തിരിച്ചെങ്ങനെ ഉണ്ടായി? ഫുഡ് അല്ലടാ, അത് നമ്മൾ എത്ര കിട്ടിയാലും സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഗൈസ്, ഇതാണ് പൊറാട്ട. കുഴപ്പമില്ല കേട്ടോ. പൊറാട്ട ഒരു 100 പൊറാട്ടമാരുണ്ട് അല്ലേ? ഒരാളെടുത്ത് നോക്കൂ, അവിടെ മരിച്ചു. ഗൈസ്, ടേസ്റ്റ് ടൈം പോണേ. കറിയൊന്നും പോരാട്ടോ. ഇതെന്താണ് ചട്ടിനി കേട്ടോ, കറിയൊന്നുമല്ല. രസമുണ്ട് കേട്ടോ, നോണെന്ന് പറയില്ല, സത്യം പറയാം രസമുണ്ട്. എനിക്ക് പറ്റി. അപ്പൊ ഞങ്ങൾ 3 പൊറോട്ട എടുത്ത. ഈ ഇങ്ങോട്ട് തിരിച്ചോ. ഈ പൊറോട്ടക്ക് വരുന്നത് 50 ഉറുപ്പ്യാണ്. ഇതിൽ 2 പൊറോട്ട വരും. പള്ളറിയില്ല കേട്ടോ, ചെറിയ പൊറോട്ടയാണ്. പിന്നെ ഒരു കടലക്കറി മാതിരി ഒരു വായന്റെ അല്ല, പിന്നെ അത്രേ ഉള്ളൂ. ഇവര് 3 എന്താ നിങ്ങൾ വാങ്ങിയത്? ദോശ. ഒരു ദോശയാണ് വാങ്ങിക്കണേ. പിന്നെ സലാമോടെ പറഞ്ഞിട്ട് എടുക്കണ്ടെന്ന് വേഗം തിരിച്ച്. അത് അത്രേ ഉള്ളൂ. ഓനെ ഓർമ്മയുണ്ടായില്ല. എടുക്കലേ അറിയപ്പോഴാണ് ഓനെ എടുത്തത്. ചട്ടിനി ദോശന്റെ ചട്നി രസം ബ്രോ. പക്ഷെ പള്ളറിയില്ല കേട്ടോ. നിങ്ങൾ 2 വാങ്ങേണ്ടി വരും. ഇതിന് ഈ ഒരു സെറ്റിന് വരുന്ന 50 ഉറുപ്പ്യാണ്. അപ്പൊ നിങ്ങൾ 2 വാങ്ങേണ്ടി വരും. നല്ല പള്ളറിയില്ല കേട്ടോ. രാവിലത്തേന് പ്ലെയിൻ ദോശയാണ് ഇത്. ഞാനുണ്ട് മസാല കൂട്ടിച്ച്. മസാല എടുത്തില്ല, ഇപ്പൊ സൈഡിൽ നിന്ന് എടുത്തിട്ടുള്ളൂ. മസാല ദോശ അല്ല, പ്ലെയിൻ ദോശ മസാല. സോറി ഗൈസ്, പ്ലെയിൻ ദോശ എനിക്കറിയില്ല. നോക്കാം. രസമുണ്ട്. പക്ഷെ ഇത് 80 ഉറുപ്പ്യാണ് ഇതിന്. പള്ളറിയില്ല കേട്ടോ. നിങ്ങള് പള്ളറിയ ആണോ അയിമ?
പ്ലെയിൻ ദോശക്ക് 50, മറ്റേ ദോശക്ക് 80 കേട്ടോ. മസാല ദോശക്ക് 80. 80 കേട്ടോ ജീവ പോയ മാതിരി. ഗൈസ് ദിസ് ഇസ് വട. ഓട്ടം ഉണ്ട്, കുഴപ്പമില്ല. നമുക്ക് ഇന്നാള് കിട്ടിയത് ഓട്ടം ഇല്ല, ആകെ ഇഷ്യൂ ആയി. പിന്നെ നമ്മൾ ആകെ കട പൊളിച്ചാൽ നോക്കി, പറ്റൂല പറഞ്ഞോല് ആകെ ഇടങ്ങേറാക്കി. അപ്പൊ അങ്ങനെ എടുക്ക്. വട സാധനം ഉണ്ട്, വാങ്ങിയിട്ടില്ല. എന്നാലും സാധനം ഈ വടക്ക് 25 ഉറുപ്പ്യ ഗൈസ്. ഇത് നഷ്ടമാണ്, ഇവിടെ വന്നിട്ട് വാങ്ങരുത്. ഇവിടെ കമ്മിയാന്നാ പറയണേ, മറ്റോടത്ത് ജാസ്തി എന്ന മൂപ്പര് പറയണോ. വേറെ എല്ലായിടത്തും ജാസ്തി എന്ന് പറയണേ. ഇത് കമ്മിയാ അത്ര, 25 ഉറുപ്പ്യ ഉള്ളു അത്ര. വടൊന്നും വാങ്ങരുതേ. സാനുവിന്റെ സലാമിന്റെ ഒക്കെ കണ്ണൊക്കെ നിറഞ്ഞിക്കണ 25 ഉറുപ്പ്യ കേട്ടോ ഗൈസ്. അപ്പോ ഇവിടെ വട നഷ്ടല്ലേ, വട 25 ഉറുപ്പ്യാണ്. പിന്നെ പുറത്ത് അതിലേറെ ജാസ്തി എന്നാ പറയണേ. അപ്പൊ വട നിങ്ങള് ആവശ്യമില്ലല്ലോ വാങ്ങിയാൽ മതി. വട പിന്നെ രസണ്ടാ, പറ്റിക്കണോ? സാനു പറ്റിക്കണേ, എനിക്ക് പറ്റിയിട്ടില്ല. പിന്നെ പൊറോട്ടയിലേറെ രസം ഈ അപ്പാട്ടോ, ഈ ദോശ. ഇത് പ്ലെയിൻ ദോശയാണ് രസം, പൊറോട്ട വലിയ രസമൊന്നുമില്ല കേട്ടോ. പിന്നെ മസാല ദോശ രസം ഉണ്ടോണ്ട് അല്ലേ, പൊറോട്ട വാങ്ങണ്ട എന്റെ അഭിപ്രായത്തില്. രസമില്ലല്ലോ, മസാല ദോശ എനിക്ക് പറ്റിയില്ല, അവന് ചെറിയ കണ്ടറിയാം. പിന്നെ ചായക്ക് 15 ഉറുപ്പ്യ, ഇതിന് 50 ഉറുപ്പ്യ, പ്ലെയിൻ ദോശക്ക് 50 ഉറുപ്പ്യ, മറ്റേ ദോശക്ക് 80 ഉറുപ്പ്യ കേട്ടോ. പിന്നെ ഇവിടെ ചായക്ക് 15 ഉറുപ്പ്യാണ്, കാരണം ഗ്യാസ് ഇല്ല കേട്ടോ. ഇവിടെ എവിടെയും ഗ്യാസ് ഇല്ല, അതുകൊണ്ട് മൈസൂർ ഗ്യാസ് ഇല്ലല്ലോ, എവിടെയും ഗ്യാസ് ഇല്ല, അതുകൊണ്ട് അതിൻ്റെതായ ഉണ്ടാവും. ഗ്യാസിന്റെ പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ട് അതിൻ്റെതായ റേറ്റും കൂടിക്കണേ അല്ലേ. ഗ്യാസ് പ്രോബ്ലം ആയതുകൊണ്ട് കുറച്ച് റേറ്റ് കൂടിക്കണേ ആണോ? അടിച്ചുകൂടിക്കാരും പറയാൻ പറ്റില്ല. എന്നാലും ഗൈസ് എനിക്ക് പണ്ടേ ആസ്കിന് ഇഷ്ടമാണ്, കാരണം എല്ലാ വില്ലും ഓനെ കെട്ടുക. അങ്ങനെ പറഞ്ഞപ്പോ ഞാനും അറിയണേ, ഇച്ച് പണ്ടേ സലാമിനെ ഇഷ്ടമാണ്, ഓനാണ് എന്റെ വില്ലിട്ട്. സലാമ് വണ്ടി. അപ്പൊ ഗൈസ് പാലസിന് മുന്നിലാണ് നിൽക്കണേ. ഒരാൾക്ക് 150 ഉറുപ്പ്യാണ് ടിക്കറ്റ്. അപ്പൊ ഫോൺ പേ GPay ഒന്നും അലൗഡ് അല്ല, ഫുള്ള് ക്യാഷ് മാത്രം കൊടുക്കണം. പിന്നെ ഇങ്ങനത്തെ മാലകളൊക്കെ എത്ര പയ്യാ? ಎಲ್ಲ ಬೇರೆ ಬೇರೆ ರೇಟ್ ഉണ്ട്. എത്ര? സ്മാൾ റേറ്റ് വേണമെന്ന് 60 റുപ്പീസ്. സ്റ്റാർട്ടിങ് 60 റുപ്പീസാണ് പയ്യ കൊടുക്കുന്നത്. നല്ല ടൈമിന് വരണ്ടാവും, പക്ഷെ ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങാം. പിന്നെ ഒറിജിനൽ ഡയമണ്ട് ഇല്ലേ, ഒറിജിനൽ ഡയമണ്ട് 60 റുപ്പയ്ക്ക് കിട്ടൂല. അത്രേ ഉള്ളൂ. ഇതാണ് എൻട്രൻസ്. ഇവിടെ ചോദിക്കും കിത്തന ഏജിന്, അപ്പൊ നമ്മള് പറയണം 9. അങ്ങോട്ട് പോയി. അത് അത്രേ ഉള്ളൂ. അത് 100 ഉറുപ്പ്യന് കമ്മിയാവും. സിമ്പിളാണ്, വേറെ ഒരു പണി എടുക്കണ്ട. അപ്പൊ ചില്ലറ പരിപാടി ഉള്ളൂ. ഇതാണ് കണ്ടില്ലേ, കുറച്ച് വൈഡിലിട്ടാ കുട്ടികളെ കാണട്ടോ. ഒരാൾക്ക് അപ്പൊ ഓൾക്ക് നമ്മള് പറഞ്ഞ ഡയലോഗ് ഇഷ്ടപ്പെട്ടു. അത്രേ ഉള്ളൂ ഗൈസ്. ഈ സൈഡിൽ പോകുകയാണെങ്കിൽ നല്ല അസ്തറ്റിക് പിക്ക് എടുക്കുക. സാനുവിന്റെ മാതിരി കൊറിയൻ ടീമുകളൊക്കെ ഉണ്ടെങ്കിൽ ഉള്ളിൽ വന്ന് പിക്ക് എടുക്കുക. നല്ല നൈസ് സ്പോട്ടാട്ടോ. എന്താ കുറെ ടീമുകളുണ്ട് ഈ ഭാഗത്ത്. അപ്പൊ ടീം എത്തിട്ടോ. ഹൗ ആർ യു? What's your name? Ashita. Ashita. Where from? Tumkur. मेरा YouTube चैनल का नाम सेमी स्टोरीज. सेमी स्टोरीज. कौन है तेरा पास? हिंदी? कन्नड़ा. मुझे हिंदी मालूम. तुझे मालूम? ഗൈസ് അപ്പോ നമുക്ക് കുറച്ച് ടീമുകളെ കിട്ടിയിരിക്കണേ. അപ്പൊ ഇൻസ്റ്റാ അക്കൗണ്ട് ഒക്കെ എടുത്ത് 2 ഫോളോ ഉണ്ടാക്കട്ടെ. 2 ടീമുണ്ട്, 2 ഫോളോ ആക്കാം. ರತ್ತಿ ಸೋಡಾ ಸೋಡಾ ನಿಮ್ದ್ರಿಂದಾನೇ ನಮಗೆ ಕಲಿಸ್ಬಿಡಿ. ನೀನು ಬ್ಲಾಗರ್ ಹತ್ರ ಹೋಗ್ಬಿಟ್ಟು ಫಾಲೋ ಮಾಡು ಅಂತಿದ್ಯಲ್ಲ. या मेरा इंस्टा अकाउंट है, आता कहते सर्च करो. ബൈ. ബംഗാളികളെക്കാട്ടും കൂടുതൽ മലയാളികളാട്ടോ. ഏത് സൈഡ് നോക്കുകയാണെങ്കിൽ അതാ ചിരിച്ചിന് പെണ്ണ്. അങ്ങോട്ട് കാണിച്ചു കൊടുക്ക്. ആ പെണ്ണൊക്കെ അതാ ചിരിച്ചണേ. നമ്മൾ എന്ത് പറഞ്ഞാലും ഇവിടെ ടീമുകൾ കമ്പനി ആവാൻ വരും കേട്ടോ. അതാണ് മെയിൻ. അങ്ങോട്ട് കാണിച്ചു കൊടുത്ത ഒരു ചെക്കന് 3 പെണ്ണുങ്ങളൊക്കെ വരുന്നേ. കാണാൻ വയ്യതൊന്നും. ബാക്ക് കാണിച്ചു കൊടുക്കുക സാധനമോ. അങ്ങോട്ടൊക്കെ തിരിച്ചാ മെല്ലെ കണ്ടോട്ടോ. അങ്ങോട്ട് കാണിച്ചേ. അപ്പൊ എത്ര ഉള്ളൂ. ഇവിടുത്തെ വിഷ്വലൊക്കെ നോക്കി നൈസായിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ഇവിടെ വിഷ്വലിനെക്കാട്ടി ടീമുകളാണ് അധികം. അപ്പൊ നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ പിന്നാലും മുന്നിലൊക്കെ ഉണ്ടാവും ടീമുകൾ. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കയറാൻ പറ്റട്ടോ, സെക്യൂരിറ്റികൾ ഉണ്ടാവുക. പിന്നെ ഇത് രാത്രി വരുന്നേക്കാരം ഒന്നും കൂടി ബെസ്റ്റ്. രാത്രി വരുമ്പോൾ ഫ്രീ ആട്ടോ, എൻട്രൻസ് ഇല്ല. അത് മലയാളികൾക്ക് അധികം ആൾക്കാർക്ക് അറിയില്ല. ഇവര് പൈസ കൊടുത്ത് കയറുന്നുണ്ട്. ഇവിടെ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇവിടെ എത്ര ക്രൗഡ് എന്താ ചോദിച്ചാൽ അതിൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ ചെരുപ്പ് ഇടാതെയാണ് പോകേണ്ടി. അപ്പൊ ഇവിടെ ചെരുപ്പ് എടുത്തേക്കുന്ന സ്ഥലമാണ്. ഫ്രീ സർവീസ് എന്ന് പറയണേ, അങ്ങോട്ട് സീനൊന്നുമില്ല.
അവിടെ നമ്മൾ ഉള്ളിൽ 150 കൊടുക്കണ്ടല്ലോ, അപ്പോൾ ഇവിടെ ചെരുപ്പിന് കൊടുക്കണേ നഷ്ടമാണ്. പക്ഷേ ചെരുപ്പിന് കൊടുക്കേണ്ട ആവശ്യമില്ല, അവിടെ ഫ്രീ ആണ്. ജവമാർ ഇതാ ഇറങ്ങി പോണതാ. അപ്പോൾ നമുക്ക് പോകാം, ചെരുപ്പ് പൊരിച്ചിട്ട് വരാം. അപ്പോൾ ഇതെന്താ വെച്ചാൽ ഇത് വാണ്ടഡ് ഒന്നുമല്ല, ഇതിപ്പോൾ ചെരുപ്പ് വരുന്ന നമ്പർ നമ്മൾ ഫോട്ടോ എടുത്തേക്കണം, ഇല്ലെങ്കിൽ പോകും. കുറച്ച് ബാക്ക് പോ, ഞാനുള്ളത് ഫോട്ടോ കറക്റ്റാവാം. ഇനി തിരിച്ചുപിടി, നമ്പർ വേറെയാണ്, തിരിച്ചുപിടി. കുറച്ച് ബാക്ക് പോയിക്കോ. ഏതാല്ലേ ഇപ്പൊ സീനാണ് ചെക്കൻ്റെ പേരെന്താ? ഷുട്ടുമണിയോ? മോനു. അപ്പൊ ശരി, മോനിനെ കാണില്ല, മോനിനെ കാണാൻ ഉള്ളിൽ കൊണ്ടുവരും. ഉള്ളിൽ പോയി നോക്കുക, കാണില്ല. ഒരു വിൽക്കാൻ പോണ ആസിക്കല്ല, ചെരുപ്പെടുത്ത് ഒളിപ്പിച്ചേക്കാൻ പോണ ആസിക്കാണ്. നമ്മളൊക്കെയാണ് കണ്ടോ, ചെരുപ്പിടാ നമ്മള് ഇറങ്ങിക്കണേ. അപ്പൊ നമുക്ക് അവിടെ വെച്ച് കാണാം. ഓക്കെ, ഷൂ വരാണെങ്കിൽ പാലസിന് എന്താണ് പ്രത്യേകത വെച്ചാൽ ഓലിക്ക് നമ്മളൊരു സേവനം ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ അടിച്ചോരിട്ട് താഴെ കാണിച്ചു കൊടുക്കുക. സെഞ്ചി ഇത് രണ്ടാമത്തെ സ്ഥലല്ലേ, അവിടെ പോയി നിന്നാ സെഞ്ചി തരും. ഇതൊക്കെ പറയണടാ, എന്നാലല്ലേ ഇല്ലെങ്കിൽ ഫുള്ളാവും. ഗൈസ് ഇതാണ് എൻട്രി ഉള്ളിൽ കേട്ടോ. ഫസ്റ്റ് വൈ കൂടി വരണം, സെക്കൻഡ് വൈ കൂടി പോയാൽ അലൗഡ് ആയിക്കൂല കേട്ടോ. നമ്മൾ നേരത്തെ പോയ സൈഡിൽ കൂടി പോയാൽ അലൗഡ് ആക്കൂല. ഇതാണ് എൻട്രി. ഇതിൽ എന്താ കാണാല്ലേ വെച്ചാൽ ഒന്നും കാണാല്ലോ കേട്ടോ, വന്നിട്ട് വെറുതായി. സാനുക്കാണ് കിട്ടിയിരിക്കണേ 2 ഫോട്ടോ ഒക്കെ. അപ്പൊ അതിന് ഉള്ളിൽ പോയൊക്കെ എന്തോ നോക്കാൻ നമുക്ക് അല്ലേ. ഇതിന്റെ ഉള്ളിൽ എത്തിയപ്പോൾ ആംബിയൻസ് ആണ് മാറി കേട്ടോ. അതൊക്കെ ഉള്ളിൽ വേറെ ലെവലായിട്ടുണ്ട് കേട്ടോ, കാണാൻ നൈസായിട്ടുണ്ട്. അങ്ങോട്ട് കാണിച്ചെടുക്കാം. അതെന്താ ഒരു കോട്ടൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ, ഒരു കോവിലേക്കൊക്കെ പോണ ഒരു ഫീൽ ആവുന്നുണ്ട്. സംഭവം എന്താ അറിയില്ല, നമുക്ക് പോയോക്കാം. തിരിച്ചെടുക്കുക കേട്ടോ. ഉള്ളിൽ കാണാനല്ല പറയണത്, ഉള്ളിൽ കുറെ കാണാൻ കേട്ടോ. ഇങ്ങോട്ട് കാണിച്ചു കൊടുക്കുക. ഇതെന്താണ് സാധനം? മറ്റേ കുതിരമ്മ പോണതോ? ബീരങ്കിയോ ഉണ്ടല്ലോ അത്. എടാ ബീരങ്കിയാ? എന്താ മറ്റേ സാധനം? ആരത്? ഉള്ളിൽ നല്ല ഇതുണ്ട് കേട്ടോ, കാണാൻ നല്ല കാഴ്ച ഉണ്ട് കേട്ടോ. ഒരു ആംബിയൻസിന്റെ ഫീൽ ആയിട്ടില്ലേ. ഇത് വ്ളോഗേഴ്സ് അല്ല, MBA. പിന്നെ ഉള്ളില് കണ്ടോ ഒരു പ്രത്യേക ഫീൽ ഉണ്ട് കേട്ടോ കാണാന്. അവിടെ ഇങ്ങോട്ടൊക്കെ ബുദ്ധരോ അങ്ങനെ കുറെ ഉണ്ട്. എന്താ സാധനം? അപ്പൊ പോയോക്കാം. ഇതിൽ വിഷ്വൽ ഉണ്ട് കേട്ടോ. 150 കൊടുത്തിനൊക്കെ വർത്തുണ്ട് കേട്ടോ, സാധനം കാണാണ്ട്. ഇതൊക്കെ ഉള്ളൊക്കെ ബ്രോ. പക്ഷെ ഉള്ളിലേക്ക് ആരും വിടൂല കേട്ടോ, കാണാൻ നല്ല ഫീല് ഗുഡായിട്ടുണ്ട്. 5X ഇട്ടോക്കാം. 5X ആണ് സീന്. ഓ ഇവിടെ തുരുതുരാൻ ആൾക്കാരാട്ടോ ഇത് കാണാന്. ഇങ്ങോട്ട് വാ, ഇവിടെ എന്താ പോയോക്കെ ബാ. ഇവിടെ എന്താ സംഭവം? മേലൊക്കെ എന്താണ്? ഓ ബ്രോ, ഇതൊക്കെ ഇങ്ങോട്ട് കാണിച്ചു കൊടുക്ക്. റൈറ്റ് സൈഡൊക്കെ. ഓ ഫോട്ടോ എടുക്കണോ? ബാ, ഫോട്ടോഗ്രാഫറിനെ മാറ്റിക്കണേ. ഫോട്ടോഗ്രാഫർ ഷുട്ടുമണി, കമോൺ. ഇവിടെ കുറെ ക്രൗഡ് ആട്ടോ. നമ്മള് കയറി പോകാൻ തന്നെ കുറച്ച് ടാസ്ക് ഉണ്ട്. ഇവിടെ കുറെ ടീമുകളുണ്ട്. ഇതാരാ? സിബിലൻ ടീംസ് പണ്ടത്താണ്. സിബിൽ ഇതാരാ? ഇതന്നെയാണോ? ഇതാരാ? ഗൈസ് ഇത് വേറെ റൂമാട്ടോ. ഉള്ളിലേക്ക് എല്ലാരും പോകുന്നുണ്ട്, നമ്മളും പോകുന്നുണ്ട്, അത്രേ ഉള്ളു. വേറെ എന്താ ഉള്ളിൽ എന്താ സംഭവം ഒന്നും അറിയില്ല. എല്ലാരും പോകുന്നുണ്ട്, ആയിക്കൂടി നമ്മളും ഉണ്ട്. പോയേക്കാം നമുക്ക്. പണ്ടത്തെ ഫോട്ടോസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഈ സലാം തുടങ്ങി ആസ്തറ്റിക്. ഇനിയിപ്പോ അറിഞ്ഞു ഫോട്ടോ എടുക്കാന്. എടാ ഇങ്ങനത്തെ പണ്ടത്തെ ടീമുകൾ ഇവിടെ ഉണ്ടായ ടീമുകളെ ഫോട്ടോസ് ആട്ടോ. ഇത് കാണിച്ചു കൊടുക്കടാ. ഇത് കാണാനപ്പോ ഞാൻ 150 രൂപ എടുത്ത് വന്നേ ഗൈസ്. ഇത് കാണാനാ 150 രൂപ എടുത്ത് വന്നേ. വില കാണാനോ? കൃഷ്ണമണി 10ന് 10 പറഞ്ഞാ ഉള്ളിക്ക് 10ന് 10 ഇല്ലല്ലോ. 5ന്റെ പൈസ ഒക്കെ ഇല്ലാന്ന സലാം പറയണേ. പുറത്ത് ഞാൻ അപ്പളേ പറഞ്ഞു മാങ്ങ എന്നത് ആ ടിക്കറ്റിന്റെ പൈസ എന്നുള്ളത്. ഞങ്ങൾ രണ്ടാളും മാങ്ങി അടക്കാൻ പോയി എടുത്ത് തിന്നാറുണ്ട്, നിന്നു അല്ലേ. പക്ഷേ ഇവന്മാര് നമ്മളെ വൾഗറായിട്ട്, വൾഗറല്ല അതൊക്കെ വേർഡല്ലേ, അതൊക്കെ വലിയ വേർഡാണ് ഗൈസ്. തൊള്ളിന്ന് വന്നാണ്. നമ്മള് ഇവര് വിളിച്ചു, അവിടെ വന്നു. ഇതെന്താണ്? ഓലെ പണ്ടത്തെ ഇപ്പാന്റെയും ഇമ്മാന്റെയും താത്താന്റെയും ഒക്കെ ഫോട്ടോസ് മാത്രമേ ഉള്ളൂ ഇവിടെ, വേറെ ആരതും ഇല്ല. നമ്മക്ക് പിന്നെ രാജാവിടെ രാജാവ് സാനുവിന് മുന്നിലൊരു ചെക്കനോക്ക, ഓനാണ് രാജാവ്. ഭാഷ അറിയില്ല പറഞ്ഞിട്ട് ഇങ്ങനെ പറയണേ. ഇപ്പമാരെടുത്തിട്ട് കുത്തന് പോയിക്കൊണ്ട് ഈ ഭാഷ അറിയ. ഇപ്പൊ അടുത്ത സെന്ററാണ് ഇത്. ഇനിയിപ്പോ പോലെ ഗ്രീഡം ഇതൊക്കെ വാങ്ങിയത് ഇടഞ്ഞേറായിക്കണ ഉള്ളിൽ കയറിയിട്ട്. ഇനിയിപ്പോ ഇങ്ങനെ കാണിച്ചു തരാനാണ്. വർത്തുണ്ടോ വർത്തില്ല നിങ്ങൾ കമന്റിൽ പറയണം കേട്ടോ. ഉള്ളു ഇതടുത്ത ഇതൊരു മ്യൂസിയം ആയിട്ടുണ്ട്. പണ്ടത്തെ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചൊരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഉള്ള അധികം ആൾക്കാർക്ക് ഒരു ധാരണ ഉണ്ടാവില്ല ഇതെന്ത് സംഭവം എന്നൊക്കെ. ഇവന്മാരെല്ലാരും പോകുന്നുണ്ട്, പിന്നാലെ ഞങ്ങളും പോകുന്നുണ്ട്. ആ ഒരു രീതിക്ക് വരികയാണ്. ഇവിടെ എത്തിയിട്ട് നമ്മുടെ സലാമിനെ വേടായില്ലേ. സലാം ഇങ്ങനത്തെ പണ്ടത്തെ കൾച്ചറൊക്കെ ആസ്വദിക്കുന്ന ആളാണ്. ഓനെന്നെ പറയണം 5 പൈസക്കില്ല. ഈ സ്ഥലം കാണുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഉള്ളിക്ക് വന്നതിന് കുറച്ച് വർത്തുണ്ട്. പക്ഷെ ഉള്ളിൽ ആരും വിടൂല കേട്ടോ.
ഉള്ളിലേക്ക് പോയി ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഓല് ഇങ്ങനെ തുടച്ച് വെക്കുക കല്ലൊക്കെ, നമുക്ക് പോകാൻ പറ്റില്ല. അത് ഞാൻ അവിടെ വന്ന് മനസ്സിലാക്കിയതാണ്. അപ്പോൾ പാലസിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളതുകൊണ്ട് അല്ലേ, ഓൻ പറഞ്ഞ മേലൊക്കെ വിടും, ഒലക്ക വിടും, ചപ്പൊക്കെ നാലെന്ന് പെരീക്ക് വിടും. അപ്പോൾ അത്രേ ഉള്ളൂ. ഇതിപ്പോൾ നമ്മൾ വന്ന മാതിരി തന്നെ ആ വഴി അല്ലേ പോകുമ്പോൾ ആ ഒരു ഇത് ഫീല് അത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഉള്ളിലേക്ക് വന്നിട്ട് നമ്മൾ കണ്ടത് 150 രൂപ ചിലവാക്കിയിട്ട് ഒരു ഫോട്ടോ വേണത് ഇങ്ങനത്തെ അത് കാണാൻ നമ്മൾ ഇങ്ങോട്ട് വന്നേ. സീനൊന്നുമില്ല, നിങ്ങളെ കാണിച്ചു തരാം. അതിൽ നമ്മൾ സന്തോഷപ്പെടുന്നു. നിങ്ങൾ ഇഷ്ടപ്പെടല്ല തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോ ഇടുന്നത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇല്ല എല്ലാവരും ഇവിടെ ഉണ്ട്, പ്രാർത്ഥിക്കണം ഇവിടെ എത്തിയിട്ട് എല്ലാവരും. ആണോ? അല്ലല്ലേ? താത്ത തീർച്ചയാണ്, മേറ വേട്ടാണ്, കുഴപ്പമില്ല. താങ്ക് യു. ഇത് പണ്ടത്തെ സ്ഥലം എന്തൊക്കെയാ? ആണോ? സോറി, ഒരു മലയാളമായിട്ട് വെറുതെ നമ്മൾ പറയണ ചെറുക്കണം കേട്ടോ. സോറി ചേച്ചേ. ഇത് രാജാവ് ആശിക്കിരുന്ന സ്ഥലമാണ് ഇത്. പിന്നെ ഇത് തുളുമ്പിരുന്ന സ്ഥലമാണ്. പിന്നെ ഇത് മെയിനായിട്ട് ആരറിയോ സലാമിരുന്ന സീറ്റാണത് പണ്ട്. സലാമ് പണ്ടിരുന്നാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കണേ അതാണ്. പിന്നെ മൂപ്പരാണ് രാജാവ് കേട്ടോ, മേലെ ഇരിക്കണേ ആ രാശിക്ക്. അപ്പൊ തന്നെ ഉള്ളു ഇവിടെ കാണാം, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പൊ പോവാ. പിന്നെ നമ്മൾ ഇതേ ഇന്റർവ്യൂസിക്ക് വരും, അത്രേ ഉള്ളൂ കേട്ടോ. 150 റുപ്യക്ക് കാണാനൊന്നുമില്ല, എങ്കിൽ ഈ വ്ളോഗിൽ തന്നെ കണ്ടുപിടി. പിന്നെ ഒന്ന് പറയാ, രാത്രി 6 മണിന് ശേഷം നിങ്ങൾ വരികയാണെങ്കിൽ ഫ്രീ ആട്ടോ, 150 റുപ്യ കൊടുക്കേണ്ട ആവശ്യമില്ല. അതാണ് നമ്മൾ കേട്ട സ്ഥിതിക്ക്. ഞാൻ കുറച്ച് ദിവസം മുന്നേ വന്നപ്പോൾ ഞാൻ ഫ്രീ ആയിട്ട് കയറിനെ രാത്രി 6 മണിക്ക് കേട്ടോ. അപ്പോൾ നിങ്ങൾ വെറുതെ രാവിലെ വന്നിട്ട് 150 റുപ്യക്ക് കളയണ്ട. ബാക്കിൽ ഒരുത്തനും 3 പെണ്ണൊക്കെ വരുന്നേ കാണാൻ. നമ്മളവിടുന്ന് വരികയാണ്, വേഗം ക്യാമറ ഓൺ ചെയ്യാൻ പറഞ്ഞു. എവിടെ സാധനം എവിടെ? അല്ലാ, അതാണ് ഗൈസ്. ഇത് നമ്മൾ വരുമ്പോൾ മുതുമലയിൽ തന്നെ കണ്ടിക്കണേ. ഇപ്പൊ വേറെ ആരാണ് ജീവല്ലാത്താൻ കേട്ടോ, സീനൊന്നുമില്ല. കാണാൻ ഒരു ലുക്കൊക്കെ ഉണ്ട്. ഉള്ളിലേക്ക് വിടൂല്ലോ കേട്ടോ, ഇതൊക്കെ ഇവിടെ കയറട്ടി കെട്ടിയിരിക്കണം, ഉള്ളിലേക്കൊന്നും പോകാൻ പറ്റില്ല. അയിക്കൂടി പോകുക ഈ കൂടി വരിക 150 രൂപ കൊടുക്കുക അല്ലേ, അത്രേ ഉള്ളൂ. പിന്നെ അതെ പഴയ ഇന്റർവ്യൂസ്, സലാമിന്റെ കുറെ കളിപ്പാട്ടങ്ങളുണ്ട് ഉള്ളിൽ. ആസിക്കിന്റെ ചെറുപ്പത്തെ കുറച്ച് കളിപ്പാട്ടങ്ങൾ ഉള്ളിലുണ്ട്, അതിനുള്ളൂ. കളാമാരും മൂത്തമാരൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ, പണ്ടത്തെ ടീമാണ്. പിന്നെ അതെ റിച്ച് ജീവിതമാണ് ആശിക്ക് പറയണേ, സാധനം പറയണേ. ഇതന്നെ ഉള്ളൂ, പ്രത്യേകിച്ച് വല്ല ഒന്നും കാണാനല്ല കാഴ്ച. ഇനി നമ്മൾ മറ്റു സ്ഥലത്ത് പോകുമല്ലോ, കാറിലെ സ്ഥലം, പിന്നെ വേറെ കുറച്ച് സ്ഥലത്ത് പോകുന്നുണ്ട്, അത് എങ്ങനെ നമുക്ക് നോക്കാം. ഇവിടെ അത്ര തന്നെ ഉള്ളൂ. നമ്മൾ ആയിക്കൂടി പോകുക, ഈ കൂടി വരിക 150 രൂപ എടുക്കുക. അപ്പോൾ മേലെ കയറി വരും, സൈഡിൽ നിന്ന് വലിച്ചാൽ മതി, ഇല്ലേ 8056 സൈഡിൽ നിന്ന് വലിച്ചാൽ മതി. അപ്പോൾ ഗൈസ് നമ്മൾ ഇത്രയും കൊയങ്ങി വന്നാൽ മേലെ ഫാനൊക്കെ ഉണ്ട്, നമുക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ. ഇവിടെ അങ്ങനത്തെ സ്ഥലം ആണ്, എല്ലാവരും നോക്കണം, നമുക്കൊരു മടിയാണ്. പിന്നെ ഇവിടെ നിൽക്കുമ്പോൾ നമുക്കെല്ലാം മൂടൊക്കെ കേട്ടോ, ബാക്കിൽ ഫാൻ ആയതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല, വലിയ മിറർ ഉണ്ട്, മേലെ കയറി വരാൻ പറ്റും കേട്ടോ, നല്ല സുഖമുണ്ട്. ഇവിടുന്ന് പോരാന്ന് കൊണ്ടല്ലോ വ്ളോഗിന്. നിങ്ങളും ഇതേമാതിരി കയറാം. ഇവിടെ കാണാൻ വരികയാണെങ്കിൽ ചുറ്റി വന്ന് ഇവിടെ നിൽക്കും, എന്നിട്ട് ഫാനിന് മുമ്പിലാണ് നിന്നാ. ഓ ബ്രോ വേറെ ഒന്നുമില്ല, അതിനുള്ളിലേക്ക് പോവാ. ഉള്ളിലേക്ക് പോയാ വേറൊരു വിഷ്വലാട്ടോ. ഉള്ളിക്ക് നമുക്ക് നോക്കാം. ഇവിടെ ഇത്രയും ആൾക്കാരുണ്ട്, ക്രൗഡുകളുണ്ട്. ഇവൽക്കും നമുക്ക് ഒരു ധാരണയില്ല, ആരും മുന്നിൽ പോണ പോലെ പിന്നാലെ പോകുക, അതാണ് ഇവര് കാട്ടുന്നത്, നമ്മളും. അപ്പൊ അവിടെ എന്തെങ്കിലുമൊക്കെ കാണാണ്ട് പോയി നോക്കുമ്പോൾ ഒരു ഫോട്ടോ ഉണ്ടാവും, ആരുടെയിലൊക്കെ ആശിക്കിന്റെ സലാമിന്റെ ഒരു ഫോട്ടോ ഉണ്ടാവും, അതിന്റെ അടുത്ത് നിന്ന് ഇവര് ഫോട്ടോ എടുക്കും. ഗൈസ് ഞാൻ വിചാരിച്ചു ഇതിന്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റുമെന്ന്, ഇവിടെ കയറിട്ടിരിക്കണം, പോകാൻ പറ്റില്ല. അപ്പൊ സൈഡിൽ കൂടി തിരിഞ്ഞ് അങ്ങനെ പോവുക. മേലെ വിഷ്വലുണ്ട് കേട്ടോ ഗൈസ്. അപ്പോ ഇത് മാടിമേണോ നമ്മൾ നിക്കണേ അല്ല താഴെയാണോ നിക്കണേ ഒന്നും അറിയണില്ല കേട്ടോ. എടാ നമ്മൾ മേലെത്തട്ടിലാണ് നിക്കണേ ആണോ? മേലെത്തട്ടിൽ നിക്കണ ഒരു ഫീലേ കിട്ടണില്ലല്ലോ, താഴെ നിക്കണ മാതിരി ഒരു ഫീലാട്ടോ ഇവിടെ. ഇവിടെ ഇവിടെ എന്താ വെച്ചാ ഇവിടെ തന്നെ ഇങ്ങനെ കൊറേ അല്ലേ, ഇവിടെ കൊറേ ഉണ്ട് കാണാട്ടോ. പിന്നെ എന്താ വെച്ചാ പറയാ, ഇവിടെ ഒന്നും പറയാല്ല, തന്നെ ഉള്ളൂ. കണ്ടില്ലേ, ഈ ഒരു സ്ഥലം കാണുക, വരിക, പോവുക അല്ലേ, അത്രേ ഉള്ളൂ. വേറെ ഇവിടെ പറയാനൊന്നുമില്ല, മൂപ്പര് പഠിച്ചെന്നെ, അത്രേ ഉള്ളൂ. ജനങ്ങൾ പൊതിഞ്ഞിക്കണേ. അപ്പോൾ നമുക്ക് നോക്കാം. ഞാനിപ്പോഴാണ് വിചാരിച്ചത്, അപ്പൊ നമ്മളൊരു 50 ഓഡിയൻസ് എത്ര ഉണ്ടാവും? ഇവിടെ 100 ആളുണ്ടെങ്കിൽ എത്ര ആൾക്കാരുണ്ട്? നമുക്ക് നടക്കാൻ തന്നെ കഴിക്കണില്ല. അപ്പൊ ഒരു 1000 ആൾക്കാരൊക്കെ ആണെങ്കിൽ എത്ര ആൾക്കാരെ ബ്രോ ഒന്ന് ആലോചിച്ച് നോക്കാം. അത് വെറുതെ അല്ലല്ലേ പറയണേ. അതെ, ഇതാരാ? ഇത് മഹാബ്ലോഗർ മുന്നിൽ പോകുന്നുണ്ട്. അപ്പോൾ ഓർക്കൊക്കെ കിട്ടിക്കണുണ്ട്. അപ്പോൾ ഉള്ളിൽ വേറൊരു ഇതാട്ടോ, ഓല് പറയുന്നുണ്ട് വാവ് സൂപ്പർ വ്യൂസ് എന്നൊക്കെ പറയുന്നുണ്ട് ഓല്, വ്യൂന്ന്. അപ്പൊ നമുക്ക് മുന്നിൽ പോവാ.
മുന്നേ പോയിട്ട് ഒന്നുമില്ല പ്രത്യേകിച്ച്. ഇതിന്റെ ഉള്ളിലേക്കൊന്നും വിടൂല ബ്രോ. ഈ സൈഡ് ഇങ്ങനെ കാണാൻ കണ്ടോ ഒരു ഇത് ഗോൾഡാണോ? ഗോൾഡ് പെയിന്റ്. അപ്പൊ ഗോൾഡ് അല്ല, ഗോൾഡ് പെയിന്റ് ആണ്. അപ്പൊ നമുക്ക് പോവാ. ഇപ്പഴത്തെ സലാമുണ്ട്. സലാമിന്റെ ഒപ്പം കുറച്ച് ഇതുണ്ട്. എന്താണത്? അത്രേ ഉള്ളൂ. ഇനിയിപ്പോ താഴേക്ക് ഇറങ്ങാൻ കഴിഞ്ഞില്ലേ? ഇവിടുത്തെ കഴിഞ്ഞില്ല, നമ്മൾ ഫുൾ കണ്ടില്ലേ? അപ്പൊ നിങ്ങളും കണ്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇനി നമുക്ക് വേറെ സ്പോട്ടിൽ പോകാം. അവിടെ നമ്മൾ ചിലപ്പോൾ ലൈവ് ഇടും, IRL കയറാം, ഇല്ലെങ്കിൽ ഈ വീഡിയോയിൽ ഫോണിൽ തന്നെ എടുക്കും. സ്റ്റോറേജ് ഉണ്ടാവില്ല, അതാണ്. വേറെ ഫോണിൽ നമ്മൾ ചിലപ്പോൾ എടുക്കാൻ നോക്കില്ലെങ്കിൽ IRL നമ്മൾ ഇടുക. അപ്പോൾ ഇവിടുത്തെ വിഷ്വൽ ഇത്ര തന്നെ ഉള്ളൂ. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, ലൈക്ക് ചെയ്യുക, പിന്നെ പറയണേ നിങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ ഇടുന്നേ. അപ്പൊ നിങ്ങൾ കണ്ടുകെന്ന് വിചാരിക്കുന്നു. അപ്പൊ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ അടിയാണ് താത്തമാര്, സീനില്ല. അടിയിലാക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പൊ താത്ത പിടിച്ച് കുത്തി വിടുന്നോണ്ടാ ചേച്ചിനെ. എന്താ വെച്ചാ ഞാൻ 150 ഉറുപ്പിക എടുത്തിട്ട് ഇവിടെ കാണാൻ ഒന്നുമില്ല എന്ന് മൂപ്പത്തേര് പറയണേ. പോരെ ഞാൻ തരാന്ന് വരിയെന്ന്. അത് വിഷയല്ല, റെഡി ആയിക്കോളും. അപ്പോ നമ്മൾ ഈ കൂടി വന്നു കഴിഞ്ഞു അല്ലേ? അപ്പോ താങ്ക് ഫോർ വാച്ചിങ്.